ഒരു നാടിന്റെ ദാഹമകറ്റിയ കിണർ, ഇനി ആ നാടിന്റെ ചരിത്രവും പറയും. നൂറ്റാണ്ട് പിന്നിട്ട കോഴിക്കോട് കോതമംഗലത്തെ പൊതു കിണറാണ് പുതിയ തലമുറയ്ക്ക് ചരിത്രാവബോധം പകരുന്നത്. പഴയ തലശ്ശേരി താലൂക്കിന്റെ ഭാഗമായിരുന്ന കിണറിനു ചുറ്റും പ്രദേശത്തിന്റെ ചരിത്രം ആലേഖനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കോഴിക്കോട് കോതമംഗലം ഗവൺമെന്റ് LP സ്കൂൾ PTA-യും അധ്യാപകരും ചേർന്നാണ് കിണർ ശില്പമായി രൂപപ്പെടുത്തിയത്. 1915-ൽ തലശ്ശേരി താലൂക്കായിരുന്നപ്പോൾ നിർമ്മിച്ചതാണ് പൊതുകിണർ. കച്ചവടത്തിനും മറ്റാവശ്യങ്ങൾക്കും ടൗണിലെത്തുന്നവർക്കും സമീപത്തെ വീട്ടുകാരുടെയും ഉൾപ്പെടെ ജലസ്രോതസ്സായിരുന്നു. ഇടക്കാലത്ത് ഉപയോഗിക്കാതെ വന്നതോടെ കാട് കയറി നാശത്തിന്റെ വക്കിലായിരുന്നു കിണർ. ഇതോടെയാണ് നഗരസഭയും സ്കൂൾ PTA-യും സംരക്ഷണ യജ്ഞവുമായി രംഗത്തെത്തിയത്. ഏറെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. ഇവിടെ ഏറെ കാലമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ഈ ഒരു കിണറും അതിൻ്റെ പരിസരവും വളരെ മലിനമാക്കപ്പെട്ട രീതിയിൽ ഒരുപാട് ആളുകൾ മദ്യപാനവും പുകവലിയും മറ്റ് പല പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം ഇത്ര മനോഹരമാക്കി മാറ്റുന്നതിൽ നമ്മുടെ ശില്പിയും അതുപോലെ തന്നെ സ്കൂളിൻ്റെ PTA-യും മുൻകൈ എടുത്തിട്ടുണ്ട്. കോതമംഗലം ചന്ത, പിഷാരിക്കാവ് ക്ഷേത്രം, പാറപ്പള്ളി, കൊയിലാണ്ടി ബീച്ച്, കൊണ്ടംവള്ളി ക്ഷേത്രം, റെയിൽവേ സ്റ്റേഷൻ, ബപ്പങ്കാട്, കാപ്പാട്, കൊയിലാണ്ടിയിലെ കയർ മേഖല, വെറ്റില കൃഷി എന്നിവയെല്ലാം കിണറിനു ചുറ്റുമുണ്ട്. ഒപ്പം ഗാന്ധി പ്രതിമയും. പൂക്കാട് കലാലയത്തിലെ ആർട്ടിസ്റ്റ് KV ബിജു ആണ് ദൃശ്യങ്ങളും ശില്പങ്ങളും തീർത്തിരിക്കുന്നത്. കോഴിക്കോട്. ആദ്യത്തെ ചോദിക്കുകയാണ്, പഠിപ്പുകൊണ്ടൊക്കെ എന്നൊക്കെ പറയണ കേട്ട് നാളെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അർച്ചന ചോദിക്കുന്നു, എത്ര നേരമായി ചോദിക്കുന്നു, പറ പ്ലീസ് എന്നൊക്കെ പറയുന്നു. സർ പ്ലീസ് നാളെ ക്ലാസ് ഉണ്ടോ? ശ്രീവിദ്യ ചോദിക്കുന്നു, മക്കളെ നാളെ ക്ലാസ് ഉണ്ട്, നാളെ പരീക്ഷയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. ആകെ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ AYF ഒരു പഠിപ്പുകൊണ്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് വലിയ പരീക്ഷകളൊക്കെ ആ പഠിപ്പുകൊണ്ടൊക്കെ ഒരു മാറ്റി വെക്കുമോ എന്നുള്ള സ്കൂൾ തീരുമാനിക്കുന്നതാണ്, കോളേജ് തീരുമാനിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നാളെ സ്കൂളില്ല എന്ന് എന്തായാലും ഉണ്ടാവില്ല. നാളെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാവൂ, നാളെ പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഇനി ന്യൂസ് സൂപ്പർഫാസ്റ്റ് ആണ്. ഗോകുൽ രവിജയനും നൈറ്റ് 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.